ക്രിസ്തു പഴയ നിയമത്തിൽ എന്ന പോഡ്കാസ്റ്റിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. നാം പഴയ നിയമം വായിക്കുമ്പോൾ നിയമങ്ങളെയും യാഗങ്ങളെയും യുദ്ധങ്ങളെയും പ്രവാചകന്മാരെയും ഇസ്രായേൽ എന്ന രാജ്യത്തിൻ്റെ പ്രവാസത്തെയുമാണ് നാം കാണുന്നത്. എന്നാൽ യേശു ഒരിക്കൽ ഇങ്ങനെ പറയുകയുണ്ടായി. യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിലെ 5:39 വായിക്കാം. നിങ്ങൾ തിരുവെഴുത്തുകളെ ശോധന ചെയ്യുന്നു, അവയിൽ നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ട് എന്ന് നിങ്ങൾ നിരൂപിക്കുന്നുവല്ലോ. അവ എനിക്ക് സാക്ഷ്യം പറയുന്നു. യേശു തൻ്റെ ഉയിർപ്പിനു ശേഷം എമ്മാവൂസിലേക്ക് പോവുകയായിരുന്ന രണ്ടുപേരോട് പറഞ്ഞതുകൂടി കേൾക്കാം. ലൂക്കോസ് 24:25 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. അവൻ അവരോട്, അയ്യോ ബുദ്ധിഹീനരെ, പ്രവാചകന്മാർ പറഞ്ഞിരിക്കുന്നത് എല്ലാം വിശ്വസിക്കാത്ത മന്ദബുദ്ധികളെ, ക്രിസ്തു ഇങ്ങനെ കഷ്ടം അനുഭവിച്ചിട്ട് തന്റെ മഹത്വത്തിൽ കടക്കേണ്ടതല്ലയോ എന്ന് പറഞ്ഞു. മോശെ തുടങ്ങി സകല പ്രവാചകന്മാരിൽ നിന്നും എല്ലാ തിരുവെഴുത്തുകളിലും തന്നെക്കുറിച്ചുള്ളത് അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു. അങ്ങനെയാണെങ്കിൽ പഴയ നിയമം യഥാർത്ഥത്തിൽ വെളിപ്പെടുത്തുന്നത് ക്രിസ്തുവിനെക്കുറിച്ചാവുന്നു. ക്രിസ്തുവില്ലാതെ പഴയ നിയമം ഒരു പൂർത്തിയാകാത്ത ജീവനില്ലാത്ത പുസ്തകമാണ്. എന്നാൽ ക്രിസ്തുവിൻ്റെ വെളിച്ചത്തിൽ പഴയ നിയമം വായിക്കുമ്പോൾ ഓരോ പേജും ജീവൻ പ്രാപിക്കുന്നതായി കാണുവാൻ കഴിയും. യേശുവിൻ്റെ നിഴലുകളും സൂചനകളും ഉപമകളും പഴയ നിയമത്തിലെ എല്ലാ ഭാഗങ്ങളിലും നമുക്ക് കാണുവാൻ സാധിക്കും. അങ്ങനെയുള്ള ഒന്നാണ് ഇന്നത്തെ നമ്മുടെ വിഷയം. എന്താണ് ഏദൻ തോട്ടത്തിലെ ജീവവൃക്ഷവും കാൽവരിയിലെ ക്രൂശും തമ്മിലുള്ള ബന്ധം? വേദപുസ്തകത്തിലെ ആരംഭ പുസ്തകമായ ഉൽപ്പത്തിയിൽ നിന്നും അവസാന വെളിപ്പാട് പുസ്തകം വരെ നീളുന്ന അത്ഭുതകരമായ ഈ ബന്ധമാണ് നാം തിരുവെഴുത്തുകളുടെ അടിസ്ഥാനത്തിൽ പഠിക്കുവാൻ പോകുന്നത്. ഏദൻ തോട്ടത്തിൽ ദൈവവും മനുഷ്യരും തമ്മിൽ നേരിട്ടുള്ള കൂട്ടായ്മ ഉണ്ടായിരുന്നു. എന്നാൽ ആദാമും ഹവ്വായും ദൈവം വിലക്കപ്പെട്ട ഫലം ഭക്ഷിച്ചപ്പോൾ അവർ ദൈവത്തിനെതിരായി പാപം ചെയ്തു. പാപം ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധം തകർത്തു. അവർ ചെയ്ത അനുസരണക്കേടിനാൽ മരണം ലോകത്തിലേക്ക് കടന്നുവന്നു. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിന്റെ 22 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. യഹോവയായ ദൈവം മനുഷ്യൻ നന്മ തിന്മകളെ അറിവാൻ തക്കവണ്ണം നമ്മിൽ ഒരുത്തനെപ്പോലെ ആയിത്തീർന്നിരിക്കുന്നു. ഇപ്പോൾ അവൻ കൈനീട്ടി ജീവവൃക്ഷത്തിന്റെ ഫലം കൂടെ പറിച്ചു തിന്ന് എന്നേക്കും ജീവിപ്പാൻ സംഗതി വരരുത് എന്ന് കൽപ്പിച്ചു. അവനെ എടുത്തിരുന്ന നിലത്ത് കൃഷി ചെയ്യേണ്ടതിന് യഹോവയായ ദൈവം അവനെ ഏദൻ തോട്ടത്തിൽ നിന്നും പുറത്താക്കി. ഇങ്ങനെ അവൻ മനുഷ്യനെ ഇറക്കിക്കളഞ്ഞു. ജീവന്റെ വൃക്ഷത്തിങ്കലേക്കുള്ള വഴി കാപ്പാൻ അവൻ ഏദൻ തോട്ടത്തിന് കിഴക്ക് കെരൂബുകളെ തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന വാളിന്റെ ജ്വാലയുമായി നിർത്തി. ദൈവം അവരെ ഏദൻ തോട്ടത്തിൽ നിന്നും പുറത്താക്കി. ജീവവൃക്ഷത്തിങ്കലേക്കുള്ള പ്രവേശനം അവർക്ക് നഷ്ടപ്പെട്ടു. മനുഷ്യനും ദൈവത്തിനുമിടയിൽ പാപം ഒരു മതിലായി നിന്നു. ആദാമും ഹവ്വായും കൊല ചെയ്തതുകൊണ്ടല്ല ദൈവം അവരെ തോട്ടത്തിൽ നിന്നും പുറത്താക്കിയത്. അവർ ദൈവഹിതത്തിനെ നിഷേധിച്ച് തങ്ങളുടെ ഹിതത്തെ ദൈവഹിതത്തിന് മീതെ ഉയർത്തി. ഇതാണ് അവർ ചെയ്ത പാപം. അവർ ദൈവത്തിനെതിരെ മത്സരിക്കുകയായിരുന്നു. അങ്ങനെ നാം നേരത്തെ വായിച്ച വചനപ്രകാരം ദൈവം അവരെ പുറത്താക്കി ജ്വലിക്കുന്ന വാളേന്തിയ കെരൂബുകളെ ജീവന്റെ വൃക്ഷത്തിങ്കലേക്കുള്ള വഴി കാക്കാൻ നിയോഗിച്ചു. ഏദൻ തോട്ടത്തിൽ നിന്നും ദൈവം മനുഷ്യനെ പുറത്താക്കിയത് അവരെ ശിക്ഷിച്ചതാണോ അതോ സംരക്ഷിച്ചതാണോ? ഇവിടെ ദൈവം അവരെ ഭയപ്പെട്ട് തോട്ടത്തിൽ നിന്നും പുറത്താക്കിയതല്ല. പാപത്തിൽ വീണുപോയ ആദാമും ഹവ്വായും ജീവവൃക്ഷത്തിന്റെ ഫലവും കൂടെ കഴിച്ച് നിത്യമായി ജീവിച്ചിരുന്നുവെങ്കിൽ പാപം നിത്യമായി ലോകത്തിൽ വാണേനെ. മനുഷ്യർക്ക് മരണം, ശാപം, വേദന എന്നിവയിൽ നിന്ന് ഒരിക്കലും മോചനം ലഭിക്കില്ലായിരുന്നു. അതുകൊണ്ടാണ് ദൈവം ജീവവൃക്ഷത്തിങ്കലേക്കുള്ള അവരുടെ പ്രവേശനം തടഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ദൈവം അവിടെ മനുഷ്യനെ സംരക്ഷിക്കുകയായിരുന്നു. ദൈവം അവരെ പുറത്താക്കി ജീവവൃക്ഷത്തിലേക്കുള്ള വഴികാക്കാൻ ജ്വലിക്കുന്ന വാളുമായി കെരൂബുകളെ നിർത്തിയതായി നാം വായിച്ചു. ഇവിടെ നാം 2 കാര്യങ്ങൾ മനസ്സിലാക്കുന്നു. ഒന്നാമത്തേത്, ദൈവം വിശുദ്ധനാകയാൽ ദൈവത്തിന്റെ നിയമം ലംഘിച്ച് പാപത്തിൽ വീണുപോയ മനുഷ്യന് ദൈവസന്നിധിയിലേക്ക് സ്വതന്ത്രമായി പ്രവേശിക്കുവാൻ കഴിയില്ല. രണ്ടാമത്തേത്, ദൈവം കെരൂബുകളെ ജീവവൃക്ഷത്തിങ്കലേക്കുള്ള വഴി കാക്കുവാൻ വേണ്ടി മാത്രമാണ് നിയമിച്ചത്. കെരൂബുകൾ ദൈവം പറഞ്ഞതുപോലെ വഴി കാത്തു.
വഴിയെ അവർ നശിപ്പിച്ചില്ല. ഒരു ദിവസം വീണ്ടും ആ വാതിൽ തുറക്കപ്പെടും എന്നത് ദൈവത്തിന്റെ വീണ്ടെടുപ്പ് പദ്ധതിയുടെ ഭാഗമായിരുന്നു. അതായത് മനുഷ്യനെ വീണ്ടെടുക്കുവാനുള്ള ദൈവത്തിന്റെ പദ്ധതി ഇവിടെ ആരംഭിക്കുന്നു. ദൈവത്തിന്റെ നിയമം ലംഘിച്ചപ്പോൾ ദൈവവും മനുഷ്യനും തമ്മിൽ ശത്രുതയിലായി. അങ്ങനെ മനുഷ്യന് ദൈവത്തോട് രമ്യപ്പെടുവാൻ ഒരു മധ്യസ്ഥൻ ആവശ്യമായി വന്നു. യോബിന്റെ വാക്കുകൾ കേൾക്കാം. യോബ് 9 33 വായിക്കാം. ഞങ്ങളെ ഇൽവരെയും പറഞ്ഞു നിർത്തേണ്ടതിന് ഞങ്ങളുടെ നടുവിൽ ഒരു മധ്യസ്ഥനുമില്ല. ദൈവത്തോടും എന്നോടും സംസാരിക്കുവാൻ ഒരു മധ്യസ്ഥനില്ലാതെ പോയല്ലോ എന്ന് വിലപിക്കുകയാണ് ഇവിടെ യോബ്. പഴയ നിയമത്തിൽ യോബ് അന്വേഷിച്ച മധ്യസ്ഥനെ പൗലോസ് വെളിപ്പെടുത്തുന്നത് നോക്കാം. 1 തിമോഥെയോസ് 2 5-6 വചനങ്ങൾ വായിക്കാം. ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനും ഒരുവൻ, എല്ലാവർക്കും വേണ്ടി മറുവിലയായി തന്നെത്താൻ കൊടുത്ത മനുഷ്യനായ ക്രിസ്തുയേശു തന്നെ. എന്താണ് മധ്യസ്ഥത? അല്ലെങ്കിൽ ആരാണ് മധ്യസ്ഥൻ? തമ്മിൽ ശത്രുതയിലിരിക്കുന്ന 2 വ്യക്തികളെ ഒന്നിപ്പിക്കുകയും സമാധാനം വരുത്തുകയും ചെയ്യുന്ന വ്യക്തിയാണ് മധ്യസ്ഥൻ. ഈ മധ്യസ്ഥൻ 2 കൂട്ടർക്കും സമ്മതനായിരിക്കുകയും വേണം. ഇതാണ് യോബും പറഞ്ഞത്. യോബ് 9 32. ഞാൻ അവനോട് പ്രതിവാദിക്കേണ്ടതിനും ഞങ്ങൾ ഒരുമിച്ച് ന്യായവിസ്താരത്തിന് ചെല്ലേണ്ടതിനും അവൻ എന്നെപ്പോലെ മനുഷ്യനല്ലല്ലോ. അതായത് ദൈവത്തിനു മുമ്പാകെ അയാൾ ദൈവത്തിന്റെ സവിശേഷതകൾ നിറഞ്ഞവനായിരിക്കണം. മനുഷ്യന് മുമ്പാകെ ഇയാൾ മനുഷ്യനുമായിരിക്കണം. ഈ 2 യോഗ്യതകളും യേശുവിന് മാത്രം അവകാശപ്പെട്ടതാണ്. നാം സങ്കൽപ്പിക്കുന്ന മധ്യസ്ഥർക്ക് ഈ യോഗ്യതയില്ല. അതിനാലാണ് വേദപുസ്തകം പറയുന്നത് യേശു മാത്രമാണ് ഏക മധ്യസ്ഥനെന്ന്. ഇതുതന്നെയാണ് യേശുവും പറഞ്ഞത്. യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിലെ 14 6. യേശു അവനോട്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും ആകുന്നു. ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ എത്തുന്നില്ല. ഞാൻ പല വഴികളിൽ ഒരു വഴിയെന്ന് യേശു പറഞ്ഞില്ല. യേശുവാണ് വഴി. പാപം നിമിത്തം വഴിവിട്ടുപോയ മനുഷ്യന് ദൈവത്തിങ്കലേക്ക് മടങ്ങി വരുവാനുള്ള ഏക വഴി ക്രിസ്തു മാത്രമാണ്. ഒരു പാപിക്ക് മറ്റൊരു പാപിയെ ദൈവത്തോട് രമ്യപ്പെടുത്തുവാൻ കഴിയില്ല. അതിനാലാണ് പാപരഹിതനായ യേശു മനുഷ്യനു വേണ്ടി മധ്യസ്ഥനായി നിലകൊള്ളുന്നത്. പൗലോസ് റോമർക്കെഴുതിയ ലേഖനത്തിലെ ഒരു വചനം വായിക്കാം. റോമർ 5:12. ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. ഇങ്ങനെ എല്ലാവരും പാപം ചെയ്യുകയാൽ മരണം സകല മനുഷ്യരിലും പരന്നിരിക്കുന്നു. ആദ്യ ആദാം ഒരു വൃക്ഷത്തിന്റെ ചുവട്ടിൽ നിന്ന് ദൈവത്തിനെതിരെ മത്സരിച്ച് പാപവും മരണവും കൊണ്ടുവന്നെങ്കിൽ അവസാന ആദാമായ ക്രിസ്തു മറ്റൊരു വൃക്ഷത്തിലെ അനുസരണത്താൽ നിത്യജീവൻ ലോകത്തിലേക്ക് കൊണ്ടുവന്നു. റോമർ 5:19. ഏക മനുഷ്യന്റെ അനുസരണക്കേടിനാൽ അനേകർ പാപികളായി തീർന്നതുപോലെ ഏകന്റെ അനുസരണത്താൽ അനേകർ നീതിമാന്മാരായിത്തീരും. ഈ വചനപ്രകാരം നാം ദൈവത്തോട് നിരപ്പ് പ്രാപിച്ചത് ക്രൂശിലൂടെയാണ്. ഏദനിൽ ദൈവം ജീവവൃക്ഷത്തിങ്കലേക്കുള്ള വഴികാക്കുവാൻ വാളുമായി തെരൂപുകളെ നിർത്തിയെന്ന് നാം വായിച്ചു. വാൾ ന്യായവിധിയുടെ പ്രതീകമായിരുന്നു. മനുഷ്യൻ അർഹിച്ചിരുന്ന ന്യായവിധി കാൽവരിയിൽ യേശുവിന്മേൽ വീണു. യെശയ്യാ 53:5. എന്നാൽ അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നും ഇരിക്കുന്നു. നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവന്റെ മേലായി, അവന്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നുമിരിക്കുന്നു. ഏദനിൽ അടഞ്ഞ വാതിൽ യേശുവിന്റെ അടിപ്പിണരുകളാൽ വീണ്ടും തുറന്നു. ഇനി യേശുവിന്റെ മരണശേഷം യെരുശലേം ദൈവാലയത്തിനുള്ളിലെ കീറപ്പെട്ട തിരശീലയ്ക്കും ഏദനിൽ വാളുമായി കാവൽ നിന്ന കെരൂബുകളുമായുള്ള ബന്ധം നോക്കാം. 2 ദിനവൃത്താന്തം 3:14 വായിച്ച്. അവൻ നീലനൂൽ, ധൂമ്രനൂൽ, ചുവപ്പുനൂൽ, ചണനൂൽ എന്നിവ കൊണ്ട് തിരശീല ഉണ്ടാക്കി അതിന്മേൽ കെരൂബുകളെയും നെയ്തുണ്ടാക്കി. യെരുശലേം ദൈവാലയത്തിലെ പരിശുദ്ധ സ്ഥലവും അതിപരിശുദ്ധ സ്ഥലവും തമ്മിൽ വേർതിരിക്കുന്നത് ഈ തിരശീലയായിരുന്നു. ഈ തിരശീലയിൽ പോലും ഏദനിൽ കവാടം കാത്ത കെരൂബുകളുടെ ചിത്രങ്ങൾ നെയ്തിരുന്നു. ഏദനിൽ പാപിയായ മനുഷ്യന് പ്രവേശനമില്ലാത്തതുപോലെ ആലയത്തിലും അതിപരിശുദ്ധ സ്ഥലത്തേക്ക് വർഷത്തിലൊരിക്കൽ മഹാപുരോഹിതന് മാത്രം അനുവാദമുണ്ടായിരുന്നു.
ഇതിനർത്ഥം അതിപരിശുദ്ധ സ്ഥലത്ത് ദൈവത്തിന്റെ സാന്നിധ്യം വെളിപ്പെട്ടിരുന്നു. ഏദനിലും കെരൂബുകൾ വഴികാത്തതുപോലെ ഇവിടെയും കെരൂബുകളുടെ ചിത്രം നെയ്ത തിരശീല പാപികളെ ദൈവ സാന്നിധ്യത്തിൽ നിന്നും അകറ്റി നിർത്തി. എന്നാൽ ക്രിസ്തു തന്റെ പ്രാണനെ വിട്ടപ്പോൾ ഈ തിരശീല മേൽ മുതൽ താഴെ വരെ രണ്ടായി കീറപ്പെട്ടു. മത്തായി 27:51 വായിക്കാം. യേശു പിന്നെയും ഉറക്കെ നിലവിളിച്ച് പ്രാണനെ വിട്ടു. അപ്പോൾ മന്ദിരത്തിലെ തിരശീല മേൽതൊട്ട് അടിയോളം രണ്ടായി ചിന്തിപ്പോയി. ഇതൊരു പ്രഖ്യാപനമായിരുന്നു. ജീവവൃക്ഷത്തിങ്കലേക്കുള്ള വഴി തുറന്നിരിക്കുന്നു. ഇതിനാലാണ് ഏദൻ തോട്ടത്തിൽ കെരൂബുകൾ വഴി നശിപ്പിക്കാതെ കാത്തു സൂക്ഷിച്ചത്. ഇത് വെളിപ്പാട് പുസ്തകത്തിൽ യോഹന്നാൻ വെളിപ്പെടുത്തിയ നോക്കാം. വെളിപ്പാട് പുസ്തകം 2-7. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ജയിക്കുന്നവന് ഞാൻ ദൈവത്തിന്റെ പർദീസയിലുള്ള ജീവവൃക്ഷത്തിന്റെ ഫലം തിന്മാൻ കൊടുക്കും. ഏദനിൽ കെരൂബുകൾ കാവൽ നിന്ന വഴി യേശു കാൽവരിയിൽ തന്റെ രക്തത്താൽ തുറക്കപ്പെട്ട് മനുഷ്യനെ ദൈവസന്നിധിയിലേക്ക് കൊണ്ടുവന്നു. ഒരിക്കൽ തിരശീല മനുഷ്യനെ പുറത്തു നിർത്തി. ഇന്ന് അതേ തിരശീല പിളർത്തി യേശു നമ്മെ ക്ഷണിക്കുന്നു. ഏദനിൽ നിന്ന് മനുഷ്യനെ ദൈവം പുറത്താക്കിയത് കഥയുടെ അവസാനമായിരുന്നില്ല, അത് രക്ഷയുടെ തുടക്കമായിരുന്നു. ആ കഥ കാൽവരിയിൽ പൂർത്തിയായി. ഏദനിൽ അടഞ്ഞ കവാടം യേശു കാൽവരിയിൽ തുറന്നു. ജീവവൃക്ഷം ഒരു പ്രതീകം മാത്രമായിരുന്നു. യേശുവായിരുന്നു അതിന്റെ യാഥാർത്ഥ്യം. വേദപുസ്തകം ആരംഭിക്കുന്നതും അവസാനിക്കുന്നതും ജീവവൃക്ഷത്തോടെയാണ്. ഒരു വ്യത്യാസം മാത്രമേയുള്ളൂ. ഉൽപ്പത്തി പുസ്തകത്തിൽ മനുഷ്യൻ പുറത്താക്കപ്പെട്ടു. വാളേന്തിയ കെരൂബുകളെ ദൈവം കാവലായി നിയമിച്ചു. എന്നാൽ വെളിപ്പാട് പുസ്തകത്തിൽ വാളില്ല, അവിടെ വിലക്കുമില്ല. കാരണം മധ്യസ്ഥനായ ക്രിസ്തു അവിടെയുണ്ട്. ക്രിസ്തു ആ വഴി നമുക്ക് വേണ്ടി തുറന്നു തന്നിരിക്കുന്നു. ഈ മധ്യസ്ഥനെ വിശ്വാസത്തോടെ സ്വീകരിക്കുന്നവർക്ക് ആ വാതിലിലൂടെ പ്രവേശിക്കാം.